ഈ യുക്രൈനും റഷ്യയും തമ്മിൽ നടന്ന യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് കാര്യത്തിൽ ഇടപെടലേ ഇവർ രണ്ടുപേരും തമ്മിൽ പുടിനുമായി യുഎഇയിൽ വെച്ച് കാണുന്നു. അപ്പോൾ അത്തരമൊരു ഡെവലപ്മെൻറ്റ് കൂടി വരുന്നല്ലോ. മറ്റേ കാര്യമൊക്കെ മധു വിശദമായിട്ട് പറഞ്ഞു ഈ ചുങ്കത്തിൻ്റെ കാര്യമൊക്കെ. അതിൽ ഇനിയൊരു മാറ്റമില്ല എന്നുള്ള രീതിയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യ ധീരമായ നിലപാട് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ ഇതിൻ്റെ കാര്യത്തിൽ ഉക്രൈൻ യുദ്ധത്തിലേക്ക് വരാൻ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും രണ്ട് കൂട്ടരും ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. യുഎഇയിൽ വെച്ച് ചർച്ച നടക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിന് ഇപ്പോൾ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിൽ ചർച്ചകൾ നടന്നു. 3 വട്ടം ചർച്ച നടന്നു, വിജയിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ എന്നുവെച്ചാൽ യുക്രൈൻ്റെ 20% അവരുടെ കയ്യിലാണ്. നേരത്തെ തന്നെ കുറേ കയ്യിലുണ്ട്. കിഴക്കൻ യുക്രൈനിലെ ഡോണറ്റ്സ്ക്, ലുഹാൻസ്ക്, കേഴ്സൺ, സഫ്രോഷ്യ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത്. ഒരു രാജ്യവും, പരമാധികാരമുള്ള ഒരു രാജ്യവും സമ്മതിക്കുന്ന കാര്യമല്ല. അതല്ലാതെ ഒരു തരത്തിലും തയ്യാറല്ല. എന്ന് മാത്രമല്ല, ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തണം, അതുപോലെ വൊളോഡിമിർ സെലൻസ്കിയെ മാറ്റണം എന്നുള്ളത് കൂടിയാണ് റഷ്യയുടെ ആവശ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് യുക്രൈൻ സമ്മതിച്ചു കൊടുക്കില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ സമ്മതിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷേ ട്രംപ് പറയുന്ന ഒരു വെടിനിർത്തലിന് സാധ്യതയുണ്ട്. കാരണം ട്രംപിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് പോയി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുടിനും അതുപോലെ തന്നെ ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്. അതിനിടയിൽ SKN ഒരുപക്ഷേ ഈ അമേരിക്കയുടെ പക്ഷം പറയുമ്പോഴും അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയിൽ വലിയ വികാരം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ ഉറച്ച നിലപാടിൽ ഈ ഇറക്കുമതി ചുങ്കത്തെ അല്ലെങ്കിൽ ഇറക്കുമതി തീരുവയെ ചൊല്ലി നിൽക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അതുപോലെ തന്നെ വ്യാപാര ചർച്ചകൾ, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ചർച്ചകൾ 25-ാം തീയതി വെച്ചത് അത് ഉണ്ടാവില്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ട്രംപും കടുംപിടുത്തത്തിലാണ്. പക്ഷേ ട്രംപിനെതിരെയുള്ള വികാരം മറ്റു രാജ്യങ്ങൾ, ബ്രസീലും അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് ചൈനയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നു. അതുപോലെ തന്നെ അജിത് ഡോവലുമായി ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപാരം ശക്തമായിട്ട് വ്യാപിപ്പിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ കർഷകർ ബലി കൊടുക്കില്ല എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് കാണേണ്ടി വരും. SKN. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം. ബി ജെയിംസ് സ്ഥലമിടണ്ട, നമുക്ക് അടുത്ത ബുള്ളറ്റിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.